ഡാ കുഞ്ഞോനെ, കുഞ്ഞോ, ഡാ കുഞ്ഞോ, കുഞ്ഞോനെ, ഡാ ഡാ നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. അങ്ങനെ നിങ്ങൾ കൺട്രോൾ ചെയ്തുകൂടായിരുന്നോ? കുഞ്ഞോ, ഒറ്റ എന്റെ വയറിങ്ങനെ വീർപ്പിക്കാൻ കാരണം ആ വയറ് നിർത്തിയെങ്കിലേ നന്നായി പോയി. നിന്നൊന്നേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ പോയി വല്ല പണി നോക്ക്. നിന്നൊക്കെ കൊല്ലടി വേണ്ടേ? ആഹാ, നിങ്ങൾക്ക് അത്ര കൊല്ലുടി എടി. വെറുതെ അല്ല, ഇവനെ കുറച്ചാളായിട്ടൊന്നും പുറത്തേക്ക് നടക്കാൻ ആഗ്രഹം. ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലയിൽ. വന്നത് പുലിവാലായ പോയേക്ക, എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരും. നീയെപ്പോന്ന് വാടാ. നീ എന്താ വന്നിട്ട് വിളിക്കാണ്ടിരുന്നേ? ഞാൻ നേരത്തെ വന്ന്. അപ്പൊ എന്താ വിളിക്കാഞ്ഞേ? നിങ്ങൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കല്ലേ എന്ന് ഓർത്തിട്ടാ. എന്തിടാ? ഞാനെല്ലാം കേട്ട്. എന്ത് കേട്ട്? കൊച്ചു കള്ള. എത്ര മാസം ചെലവുണ്ടാ? ചെലവാ? ആ, എന്തിന്? ഗർഭിണിയല്ലേ? ഗർഭിണിയാ? ആര്? നീ. നിനക്ക് തലയ്ക്ക് വല്ല പ്രാന്തുണ്ടാ? ഞാൻ കേട്ടു. എന്ത് കേട്ട്? നിന്റെ വയറ് തീർത്ത കഥ. എടാ പ്രാന്ത, ഫുഡ് കഴിച്ച് വയറ് കൊടുത്ത കാര്യമാണ് പറഞ്ഞത്. അത് ശരി. ഇതിപ്പോ എന്നിട്ട് പറയാനുള്ളേ? എല്ലാവർക്കും ഉള്ളാല്ലേ? നിക്കടാ, ഇങ്ങോട്ട് വാ, പുറത്തേക്ക്. ഔ, എടാ ഞാൻ വയറ് കുറയ്ക്കാനായിട്ട് കുറച്ച് ദിവസങ്ങളായി പാടുപെട്ടോണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഹോമിയോ മരുന്ന് അടക്കം കഴിക്കാനുണ്ട്. എന്നിട്ടും വയറ് കൂടി കൂടിയുള്ള വന്നെ. അത് ഹോമിയോ മരുന്ന് കഴിച്ചാൽ ആദ്യം വയറ് വീർക്കും, 2 ദിവസം വയറ് വീർക്കും പറയണേ. അത് ശരി. എന്നിട്ടാ കുറയുള്ളൂ. അത് കൊള്ളാം. അപ്പൊ സിബി ആയിട്ടെന്താ പ്രശ്നം? എടാ സിമിക്കറിയാവുന്നതാണ് ഞാൻ ഈ വയറ് കുറയ്ക്കാൻ പാടുപെടുന്നത്. കഴിഞ്ഞ ആഴ്ച വാങ്ങിയ 4 ഷർട്ടും പാകാവണല്ലേ. എന്താണ് ഈ സാധനം കാരണം? ഇതൊക്കെ അറിഞ്ഞിട്ട് അവള് ഇന്നലെയും മിഞ്ഞാന്നും ബീഫ് ഫ്രൈ എന്നങ്ങനെ. എന്നിട്ട് എന്തിട്ടാ 2 ദിവസം ഞാൻ കൊടുക്കത്ത ഫുഡ് അടിയായിരുന്നു. ഡയറ്റിംഗ് ഒക്കെ ഞാനാണ് മറന്ന്. വയറ് വയ്ക്ക് പൊട്ടാറായി. അത് ശരിയാ. നീ പറ, ഇതിപ്പോ ആരുടെ കുറ്റം? അത് സിബിയുടെ അല്ലേ? അത് കറക്റ്റ്. നിനക്കിപ്പോ സ്വയം ഇതേതൊരു പുതിയ അവതാരം. ഞാൻ ചത്തുവാൻ ഒരു ദിവസം ഫുഡ് കഴിച്ചില്ല. പോയൊന്ന് നോക്കി നോക്കാം. എനിക്കൊരു കാര്യം അറിയോ? ഞാൻ വെള്ളടിച്ചിട്ട് വരുന്ന ദിവസം പെണ്ണുമ്പിള്ളേക്ക് ഭക്ഷണം തരാറില്ല. എടാ, എന്റെ വയറൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങൾ ബീഫ് ഫ്രൈ എന്ന നമ്മുടെ വയറങ്ങനെ വീർക്കാണ്ടിരിക്കും അല്ലേ? ഭാഗ്യവാൻ കൊച്ചു മുതലാളി. അതെ, ബൂസ്റ്റ് ഇട്ടൊരു ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട പൊന്മണി, കുറച്ച് കഴിഞ്ഞിട്ട് മതി ബൂസ്റ്റ് ചായ. ബൂസ്റ്റ് ഇതേതിനീ പേങ്ങൻ? അല്ല പൊന്മണി, ഇതെന്റെ കൂട്ടുകാരാണ് വിനോജ്. ആള് വിചാരിച്ചോലല്ലേട്ടാ, ഡയറക്ടറാണ്. ആണോ? പിന്നല്ലാണ്ട്. പക്ഷെ കണ്ടാ പറയില്ലേട്ടാ. അയ്യോ, ഈ ലുക്കിന് വലിയ കഥയില്ലെന്നുള്ളൂ, ആള് പുതിയ. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. കൂട്ടുകാരനെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ട് ട്ടാ. ചുള്ളനാണ്. ആരാ ഇവനെ? ആ, ഒരു സൽമാൻ കട്ടുണ്ട്. ശരിക്കും സൽമാൻ ഖാൻ താടി വെച്ച പോലുണ്ട്. പിന്നെ വെറുതെ ആന്ന് ഞാൻ കാര്യട്ടോ പറഞ്ഞേ. പക്ഷെ ചില ആൾക്കാരുണ്ട് ട്ടാ, കാട്ടുമാക്കാന്റെ പോലെ ഇരിക്കണുണ്ടാലും പറയും സൽമാൻ ഖാന്റെ കൂട്ടിരിക്കണേന്ന്. പക്ഷെ ഞാൻ ഒറിജിനലായിട്ടോ പറഞ്ഞേട്ടാ. എനിക്ക് തീരാണ്ട് വിശ്വസിക്കാൻ പറ്റില്ലാട്ടാ. വിശ്വസിക്കാണ്ടിരിക്കാനായിട്ട് ചേട്ടൻ അത്ര മോശമൊന്നുമല്ല. സംശയം ഈ വീട്ടിൽ പോയി കണ്ണാടി പോയി നോക്ക്. അല്ല പിന്നെ ഞാനൊരു കല്യാണം കഴിച്ചുപോയി. അല്ലെങ്കിൽ ഞാൻ ചേട്ടന്റെ കല്യാണം കഴിച്ചേനെ. എനിക്ക് ഭാഗ്യമില്ലെന്ന് പറഞ്ഞാൽ മതിയില്ല. കണ്ടില്ലേ ഭാഗ്യം എന്നെ വഴി. പൊന്മണിക്ക് നീ സൽമാൻ ഖാന്റെ ഒരെന്ന്. ഈ പിശാശ വിനോജേ, മനുഷ്യനെ പഠിപ്പിച്ചോളഞ്ഞല്ല. എന്തുണ്ടോ വിശേഷം? നല്ല വിശേഷം. ഈ ചെകുത്താനോട് രാവിലെ പറഞ്ഞാണ് ജാതിക്ക പറക്കിയെടുക്കാൻ. ഇങ്ങനെയുണ്ടൊരു കുഴിമടിയൻ. ഇവനെ കൊണ്ട് ഒരു കാര്യമില്ല ദൈവം എനിക്ക്. എനിക്കിടക്കൊന്ന് പറക്കിക്കൊള്ള. ഞാൻ പറഞ്ഞേനെ, അപ്പോഴല്ലേ നീ വന്നത്. വിനോജ്, പിന്നെന്തപ്പോ പരിപാടി? ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോവേ. അത് കൊള്ളാല. ഇവനാണ്ടാ നായകൻ. അപ്പൊ ഇറക്കാനുള്ള പരിപാടി ഒന്നും ഇല്ലേ? ഇതടുത്താഴ്ച ഇറക്കാനുള്ളതാ. അല്ല, ഇവനെ നായകനാക്കണം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചതാ. അപ്പനെന്തിട്ടപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞേ?
എടുത്ത് നെഗറ്റീവ് അടിക്കാനായിട്ട്. നീ എന്നും അഭിനയിക്കണ്ടല്ല, എന്നിട്ട് ഏതെങ്കിലും പുറത്തിറങ്ങിണ്ട പറയടാ. ഇതങ്ങനെയല്ല, ഇത് അടുത്ത ആഴ്ച പുറത്തിറങ്ങണ്ടാണ്. അല്ലടാ? ആ അത് തന്നെ. ആ നീ ഒന്നിങ്ങോട്ട് വന്നേ. വാ. നീയേ ആ ഗേറ്റ് അങ്ങോട്ട് അടച്ചേ. മുകളിലെ കുറ്റിയിട്ടെ. എന്തിടാ? ഒന്നുമില്ല. എന്താണ്? ഇന്നാളേ ഈ ചെകുത്താന്റെ കൂടെ കൂടിയിട്ട് എൻ്റെ ഒരു 5 ലക്ഷം രൂപ തുലച്ചത് നിനക്ക് ഓർമ്മയുണ്ടാ? എൻ്റെ അപ്പന് ഇപ്പോഴും അതൊക്കെ ഓർമ്മിച്ചോണ്ടിരിക്കണേ. ഞാനൊക്കെ അത് പണ്ടേ മറന്നു. ഒരു 5 ലക്ഷം നിനക്ക് മറക്കാൻ പറ്റും, ഞാൻ മറക്കാത്തത് എന്തെന്ന് അറിയാമോ? ഇല്ല. രൂപ 5 ലക്ഷം പോയതേ എന്റെയാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, അതുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റുമോ? അതിനകത്ത് ഞാൻ ഒരു പാഠം പഠിച്ചില്ലേ? ഈ പാഠം പഠിക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യം എന്റെ പാഡൻ ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കയ്യിലെ പൈസയൊക്കെ പോകുന്നു. ഞഞ്ഞായി. നീ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, ഒരു കള്ള ലക്ഷണമില്ലേ? എൻ്റെ അപ്പ അതവൻ ജന്മന അങ്ങനെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് അറിയുന്നതല്ലേ. അത് ശരി. അവനൊരു പാവണപ്പ. എന്തിയടാ? അപ്പം പറയണേ, നിന്നെ കാണാൻ ഒരു സൽമാൻ ഖാന്റെ കെട്ടണെന്ന്. നീ ഒന്ന് പോയി ഒന്ന്. സത്യോടാ? വാക്കാന്റെ അവളുടെ കട്ടുണ്ട്. മാക്കാനാ? അല്ല, ഈ സൽമാൻ ഖാന്റെ ഷോട്ടുള്ള മാക്കാൻ. അപ്പൊ സൽമാൻ ഖാൻ. അപ്പം അതാണ് പറഞ്ഞത്. സൽമാൻ ഖാൻ സാറേ, നിങ്ങളുടെ ഷോർട്ട് ഫിലിമില് എനിക്കൊരു വേഷം ഉണ്ടാവോ? എടി പൊന്മണി, നിനക്കകത്ത് പണിയൊന്നുമില്ലേ? ഓ കേളവൻ, എല്ലാ പണി കഴിഞ്ഞു സാറേ. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, മോളെ അക്കു ആവോ. എന്റെ പാപ്പ പൊന്മണി എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയും കൊടുക്ക. ഇങ്ങനെ പണിയെടുക്കുമ്പോ മനസ്സിന്റെ ആശ്വാസല്ലേടി? അത് തന്നെ. പൊന്മണി എന്റെ മുഖം നോക്കി